ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തേക്കുള്ള കൃഷി നടുന്നതിനുള്ള തയ്യാറെടുപ്പാണ്. അതിനകത്തിൽ മണ്ണ്, കരിയില, പിന്നെ ചകിരിച്ചോറ്, ചാണാപ്പൊടിയൊക്കെ അതിനവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ സിമൻറ്റ് ചാക്ക് കൊണ്ടുവന്ന് സിമൻറ്റ് ചാക്കിനകത്തിൽ മണ്ണും കരിയിലയും ചാണാപ്പൊടിയും ചകിരിച്ചോറും എല്ലാം നിറച്ച് വളങ്ങളെല്ലാം ഇട്ട് നിറച്ച് 2 മാസം മുമ്പേ ഇങ്ങനെ വെച്ചേക്കും. നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് കൃഷികളിടും. കൃഷികൾ വെച്ച് നടും. പിന്നെ മുളക് തൈ, വഴുതന തൈ അതൊക്കെ ഇപ്പം നട്ട് തുടങ്ങും. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. എല്ലാം പാകി എടുത്ത് ഒരുമാതിരി പരുവാകുമ്പോൾ നമുക്ക് ഈ ചാക്കിനകത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല വിളവെടുപ്പ് നടക്കും. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറ്. അതുപോലെ ഈ ചാക്ക് 2-3 വർഷമൊക്കെ നിൽക്കും കേട്ടോ. 3 വർഷം കഴിഞ്ഞാലും നമുക്ക് ഈ മണ്ണിളക്കി മാറ്റിയിട്ട് നമുക്ക് വേറൊരു ചാക്കിനകത്തോട്ട് ഇത് തന്നെ കയറ്റി അതിനകത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് അതിനകത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ പഴയ ചാക്ക് അതിനകത്ത് അവിഞ്ഞ് പൊയ്ക്കോളും, പൊടിഞ്ഞ് പൊയ്ക്കോളും. നമുക്ക് പുതിയ ചാക്കിനകത്ത് ഇരിക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് നല്ല സുരക്ഷിതമാണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ കൃഷി വിളവെടുക്കുമ്പോൾ എടുത്ത് പൊക്കിയെടുക്കുമ്പോൾ ആണെങ്കിൽ അത് പുതിയ ചാക്ക് അങ്ങനെ പോകത്തില്ല, പഴയ ചാക്കിലേ പിടിച്ചിരിക്കത്തുള്ളൂ. ഇങ്ങനെ കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കൃഷികളെന്നല്ല, ചെടികൾ വരെയും ഞാൻ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഇതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കിന്. നമുക്ക് നല്ല സൗകര്യപ്രദമായി ഈ സിമൻറ്റ് ചാക്ക് കിട്ടാൻ നമ്മൾ അടുത്ത വീടുകളിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നാൽ ഞാനിങ്ങനെ ചെയ്യാറ്. എൻ്റെ ചെടികൾ വരെയും ഞാൻ ഇങ്ങനെ കൂടുതലും സംരക്ഷിക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നതിന് ഒരു 2 മാസം മുമ്പേ ഇതിങ്ങനെ നിറച്ചെടുത്ത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ കൃഷി നന്നിട്ട് നല്ലൊരു മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൃഷിയെല്ലാം വയ്ക്കാൻ പറ്റും. ഇഞ്ചി വയ്ക്കാം, മഞ്ഞൾ വയ്ക്കാം, കസ്തൂരി മഞ്ഞൾ വയ്ക്കാം, പിന്നെ വഴുതന, പയർ, പിന്നെ പച്ചമുളക് എന്ന് വേണ്ട എന്തോ ഇത് നമ്മൾ പറയുന്നത് നാരകത്തൈ, ഓറഞ്ച് തൈ എല്ലാം എന്തോ വേണേലും ഇതിനകത്തൊക്കെ എടുത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് വേണമെങ്കിൽ ഭൂമിയിലോട്ട് വെക്കുകയാണെങ്കിൽ വെക്കാം. തെങ്ങും തൈ വരെ ഞാൻ വെച്ച് പാകി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നല്ല സുരക്ഷിതമാണ്. ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കൃഷികളൊക്കെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് ഒരുമാതിരി കായ്കളൊക്കെ കുറവായിപ്പോൾ ഈ സമയത്ത്. ഞാൻ വീണ്ടും നട്ടുപിടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക. നല്ല വിളവെടുപ്പാകട്ടെ. ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുള്ള വിളവെടുത്തിട്ടുള്ള ഇതൊക്കെ. നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് ഇച്ചിരി പച്ചമഞ്ഞളൊക്കെ വേണമെങ്കിൽ വേറെ വസ്തു ഇല്ലാത്തവരോ സ്ഥലമില്ലാത്തവരോ പരിധി ഇല്ലാത്തവരോ എന്നൊന്നും കരുതണ്ട. മണ്ണില്ലാത്തവരാന്ന് പറഞ്ഞാൽ പോലും ഈ ചാക്ക് എടുത്തുകൊണ്ട് വന്ന് കരിയില വാരി ഇങ്ങനെ കൂമ്പാരം വെച്ചിരുന്ന നമ്മളെടുക്കുന്ന തേങ്ങയുടെ തൊണ്ടുകളൊക്കെ എടുക്കുന്നത് എല്ലാം തേങ്ങയുടെ തൊണ്ടുകളൊക്കെ എടുത്ത് അതിനകത്ത് ഇടുന്നാൽ മതി. അതൊരു സമയം കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് മണ്ണായി നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സിമൻറ്റ് ചാക്ക് കളയേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും കിട്ടിയാൽ സുരക്ഷിതമാക്കി കൊണ്ടുവച്ച് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ മാത്രം അതിനകത്ത് ഇട്ട് വെച്ചിരുന്നിട്ട് കുറച്ച് മണ്ണ് കൂടെ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കൃഷി ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. പച്ചക്കറി ആയാലും വെക്കാൻ പറ്റും. ഞാൻ പച്ചക്കറിയും വയ്ക്കുക. എൻ്റെ ചെടികൾ കൂടുതൽ ഇങ്ങനെയുള്ള സിമൻറ്റ് ചാക്കുകൾ, ഗ്രേ ബാഗുകൾ കുറവേ ഉള്ളൂ. എനിക്ക് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് ഞാൻ സിമൻറ്റ് ചാക്കിനകത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ ഈ ചകിരിച്ചോറ് ഇടുന്നതെന്ന് പറഞ്ഞെങ്കിൽ മുമ്പ് ഒരാഴ്ച മഴ പെയ്തില്ലെങ്കിലും നമ്മളിടുന്ന